ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലെ 2ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 21ാമത്തെ പാഠം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് പാഠത്തിലെന്ന് നമുക്ക് നോക്കിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദീനയിലെ മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നു. അഭിമുഖമായി സഹാബികളുമുണ്ട്. അവിടേക്ക് ഒരാൾ കടന്നു വന്നു. തൂവെള്ള വസ്ത്രം, കറുകറുത്ത മുടി, ചുറുചുറുക്ക്. ആർക്കും അയാളെ അറിയില്ല. ആഗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി അതപോടെ ഇരുന്നു. ഇസ്ലാം കാര്യങ്ങൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 പറഞ്ഞു കൊടുത്തു. ആഗതൻ വീണ്ടും ചോദിച്ചു, ഈമാൻ കാര്യങ്ങൾ ഏതെല്ലാമാണ്? അപ്പം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മദീനയിലെ മസ്ജിദായ മസ്ജിദുൻ നബവി. ചോദ്യം വരും, മസ്ജിദുൻ നബവി എവിടെ? മദീനയിലാണ്. മദീനയിലെ മസ്ജിദ് ചോദിച്ചാൽ മസ്ജിദുൻ നബവി രണ്ടും മനസ്സിലാക്കുക. മസ്ജിദ് നബവിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ആരാ വന്നത്? തൂവെള്ള വസ്ത്രം ധരിച്ച് കറുകറുത്ത മുടിയും ചുറുചുറുക്കും ഉള്ള ഒരാൾ, ഒരു അപരിചിതൻ അവിടേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിമുഖമായിട്ട് സഹാബികളും ഉണ്ടായിരുന്നു. ആർക്കും അയാളെ അറിയില്ല. വന്ന അപരിചിതനെ സഹാബികൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ആഗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി അതപോടെ ഇരുന്ന് ഇസ്ലാം കാര്യങ്ങൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം കാര്യങ്ങൾ 5 പറഞ്ഞു കൊടുത്തു. വീണ്ടും ചോദിച്ചു. എന്താ ചോദിച്ചത്? ഈമാൻ കാര്യങ്ങൾ ഏതെല്ലാമാണ്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതന് ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 1. അല്ലാഹു തആലയിൽ വിശ്വസിക്കുക. 2. അല്ലാഹു തആലയുടെ മലക്കുകളിൽ വിശ്വസിക്കുക. 3. അല്ലാഹു തആലയുടെ കിതാബുകളിൽ വിശ്വസിക്കുക. 4. അല്ലാഹു തആലയുടെ മുർസലുകളിൽ വിശ്വസിക്കുക. 5. അന്ത്യനാളിൽ വിശ്വസിക്കുക. 6. അല്ലാഹു തആലയുടെ ഖദറിൽ വിശ്വസിക്കുക. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ 6 എണ്ണം. അത് ഓർഡറിൽ മനസ്സിലാക്കി പഠിക്കണം. അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അവൻ്റെ കിതാബുകളിൽ, അവൻ്റെ മുർസലുകളിൽ, അന്ത്യനാളിൽ, ഖദറിൽ ഒക്കെ വിശ്വസിക്കണം. അത് ഓർഡറിൽ തന്നെ പഠിക്കണം. അപ്പോഴാണ് എക്സാമിന് ഈമാൻ കാര്യങ്ങളിൽ 5ാമത്തെ ഏതെന്ന് വെച്ചാൽ അന്ത്യനാളിൽ വിശ്വസിക്കൽ എന്ന് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. ഈമാങ്ങളിൽ 2ാമത്തത് ഏത്? ചോദ്യം വന്നാലോ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ, അങ്ങനെ എഴുതാൻ കഴിയണം. അർക്കാനുൽ ഈമാനു സിത്ത, വിട്ടപാമ്പ് ഓർപ്പിക്കാൻ വരും. അർക്കാനുൽ ഈമാനി സിത്ത, ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 6 ആകുന്നു. ഏതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം കേട്ടോ. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ 6 എണ്ണം ഒന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. അവിടെ പൂർത്തിയാക്കി കൊടുക്കണം. ഇവിടെ അല്ലാഹു തആലയുടെ എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈമാൻ കാര്യങ്ങൾ, അപ്പോൾ 1 അല്ലാഹു തആലയിൽ വിശ്വസിക്കൽ, 1 അവിടെ അങ്ങനെ പറയാം. 2 അല്ലാഹു തആലയുടെ മലക്കുകളിൽ എന്നിവിടെ എഴുതി കൊടുക്കുക, വിശ്വസിക്കുക. 2 കിതാബുകളിൽ, അല്ലാഹു തആലയുടെ കിതാബുകളിൽ വിശ്വസിക്കുക. 3 അല്ലാഹു തആലയുടെ മുർസലുകളിൽ വിശ്വസിക്കുക. പിന്നെ അല്ലാഹു തആലയുടെ ഖദറിൽ വിശ്വസിക്കുക. അപ്പോൾ അത് പാഠഭാഗത്തിൽ നോക്കിയിട്ട് മലക്കുകൾ, കിതാബുകൾ, മുർസലുകൾ, ഖദർ, അങ്ങനെ നമുക്കവിടെ എഴുതി കൊടുക്കാം. ഇനി നമ്മൾ വിട്ടഭാഗം ഒരിപ്പിച്ചെടുക്കണം. എന്താണ്? ഈമാൻ കാര്യങ്ങൾ ദേശെണ്ണമാണ്. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. അപ്പോൾ 6 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ 6 ആകുന്നു എന്നുള്ള 6 ഇതിന് സുക്കൂന് നൽകുക കേട്ടോ. 6 എന്ന് എഴുതുക. ഇസ്ലാം കാര്യങ്ങൾ ദേശെണ്ണമാണ്. എത്രയായിരുന്നു? 5. ഇവിടെ 5 എന്നാണ്. അപ്പോൾ ഇവിടെ 5 എന്ന് എഴുതണമെങ്കിൽ 2 ജീം ഇവിടുത്തത് സാധാ ജീം ഇട്ടിട്ട് പുള്ളിയും സുക്കൂനും ഇടുക. അപ്പോൾ 5 മനസ്സിലാക്കട്ടോ. 2 ജീം ഒരുമിച്ച് ഇടണം കേട്ടോ. അടുത്തത് ഈമാൻ കാര്യങ്ങളിൽ 1ാമത്തേത് അല്ലാഹു തആലയിൽ വിശ്വസിക്കുക. അപ്പോൾ അവിടെ അല്ലാഹു തആലയിൽ എന്ന് എഴുതാം. അല്ലാഹു തആലയിൽ എന്ന് മനസ്സിലാക്കുക, എഴുതുക. വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ 1ാമത്തത്. ഇതുപോലെ 2ാമത്തതും 3ാമത്തതൊക്കെ ഇതുപോലെ വിട്ടഭാഗം പൂരിപ്പിക്കാനായിട്ട് ചോദിക്കുക. അപ്പോൾ അത് പഠിക്കണം നന്നായിട്ട്.
അടുത്ത ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് ഡാഷിൽ വിശ്വസിക്കലാണ്. എന്തായിരുന്നു? അന്ത്യനാളിൽ വിശ്വസിക്കലാണ്. അന്ത്യനാൾ അവിടെ എഴുതിയാൽ മതി. അടുത്തത് നുജുബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ്? മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ആളുടെ രൂപം വിശദീകരിക്കുക. തൂവെള്ള വസ്ത്രം, കറുകറുത്ത മുടി, ചുറുചുറുക്ക്, അങ്ങനെയുള്ള ആളാണ് വന്നത്. അപ്പോൾ അത് അവിടേക്ക് എഴുതി കൊടുക്കാം. അടുത്ത് ആഗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എങ്ങനെയാണ് ഇരുന്നത്? എങ്ങനെയാണ്? അതബോടെയാണ് ഇരുന്നത്. ആഗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അതബോടെ ഇരുന്നു. അപ്പോൾ അത് എഴുതുക. അടുത്തത് ആഗതൻ ആദ്യം എന്താണ് ചോദിച്ചത്? ആഗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യം എന്താ ചോദിച്ചത്? ഇസ്ലാം കാര്യങ്ങളാണ്. ഇസ്ലാം കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതുക. അടുത്തത് ആഗതൻ രണ്ടാമത് എന്താണ് ചോദിച്ചത്? എന്താ രണ്ടാമത് ചോദിച്ചത്? ഈമാൻ കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഈമാൻ കാര്യങ്ങൾ ഏതെല്ലാമാണ്? അടുത്തത് അൽ മസ്ജിദുൻ നബവി എവിടെയാണ്? അൽ മസ്ജിദുൻ നബവി എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? മദീനയിലാണ് മസ്ജിദുൻ നബവി. ഇവിടെ വായിച്ചിരുന്നു അല്ലേ? അപ്പം മദീനയിലാണ് മസ്ജിദുൻ നബവി. അണ്ടർലൈൻ ചെയ്ത് പഠിക്കട്ടെ എല്ലാവരും. അടുത്തത് എന്താണ്? മദീനയിലെ മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നത് ആരായിരുന്നു? അത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. അപ്പോൾ അത് അവിടേക്ക് പേരെഴുതട്ടോ. നമുക്ക് പാഠഭാഗത്തിൽ പറയുന്നില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുള്ളതിന് നമുക്കിവിടെ ബ്രാക്കറ്റിൽ അതിനിട്ട് കൊടുക്കട്ടോ. എന്നിട്ടത് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയട്ടത്. അടുത്തത് എന്താണ്? വനക്രവനംല് വായിക്കുക, എന്നിട്ട് അത് പകർത്തുക. ഇവിടെ ജിബ്രീൽ മൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഈമാനു അൻ തുഅ്മിനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വ യൗമിൽ ആഖിർ വ ഖദരി ഹൈരി വ ശർരി മിനല്ലാഹി തആല. ഈമാൻ കാര്യം അൻ തുഅ്മിനു ബില്ലാഹി അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വൽ മലായികത്തി മലക്കുകളിൽ, വ കുതുബ് കിതാബുകളിൽ, വ റുസുല് മുർസലുകളിൽ, വ യൗമിൽ ആഖിർ അവസാന നാളിൽ, വ ഖദരി ഹൈറി വ ശർരി ഹൈറും ഷർറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ടാണെന്ന് വിശ്വസിക്കലാണ്. ഓക്കെ, അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ടാണെന്ന് വിശ്വസിക്കലാണ് ഈമാൻ കാര്യം. അപ്പോൾ അത് മുകളിൽ നിന്ന് ഇവിടെ വിട്ടിട്ടുണ്ട് അല്ലേ? ഇതിൽ അൻ ഇല്ല. അപ്പോൾ അവിടെ നോക്കിയിട്ട് വിട്ടത് പൂർത്തിയാക്കി കൊടുക്കുക. ബില്ലാഹി വ മലായികത്തിഹി, അൻ വ മലായികത്തിഹി വ റുസുലിഹി ആഖിരി വ ഖദരി ഹൈരി മിനല്ലാഹി തആല. ഈ അണ്ടർലൈൻ ചെയ്തതാണ് ഇവിടേക്ക് പൂർത്തിയാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കുക. അപ്പോൾ ഇത്രയാണ് 21ാമത്തെ പാഠമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പാഠഭാഗത്തിൽ എല്ലാവരും മനസ്സിലാക്കി പഠിക്കേണ്ടത്. എക്സാമാണ് വരുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. ഇനി എടുക്കാൻ അറിയാത്തവർ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനി അറബി മലയാളമൊക്കെ ബുദ്ധിമുട്ട്, വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഉള്ളവർ ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്ന നിലയിൽ കുറഞ്ഞ ഫീസിൽ ട്യൂഷൻ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. എൻ്റെ മൊബൈൽ നമ്പർ 82 89 89 29 85 ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.